പാലക്കാടിന്റെ ചൂട് മാത്രം മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു ചെറിയ പെർഫ്യൂമൊക്കെ സെയിൽ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായില്ല. എന്റെ വീട്ടിൽ സത്യം പറയാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് ഞാൻ അറിയിച്ചിട്ടേ ഉണ്ടായില്ല. നമ്മൾ അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല. എന്നൊരു ടാസ്ക് അത് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. കാലിക്കറ്റ് വെച്ച് ഇതേപോലെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഫാമിലി ആണെന്നൊന്നും നോക്കാതെ നമ്മളെ മേത്ത് കയറി കയ്യില് മോന് കിടന്നുറങ്ങുന്നുണ്ട്. അതൊന്നും അവർക്ക് വിഷയമാവുന്നില്ല. അവരോട് കുറച്ച് സംസാരമായി. ആ ഇൻസിഡന്റ് ഭയങ്കരമായിട്ട് സങ്കടാക്കിയ ഒരു സംഭവമായിരുന്നു. ഈ റൈഡ് ഇറങ്ങണീന്റെ മുമ്പേ അങ്ങനെ വിചാരിച്ചിരുന്നു, ഓരോ സ്ഥലത്ത് അറിയാത്ത സ്ഥലമാവൂലെ, ഇനി മനുഷ്യന്മാരെക്കാളും മൃഗങ്ങളെന്ന് പേടി, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാച്ചപ്പോ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെന്റ് എവിടെ അടിക്കണമെന്നൊന്നും നോക്കൂല. നേരെ ഇരിക്ക, കിടക്ക, ഉറങ്ങ, രാവിലെ എണീക്ക, അത്രേ ഉള്ളൂ. യാത്ര ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ പല മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ട്രെയിൻ യൂസ് ചെയ്യാം, ഫ്ലൈറ്റ് യൂസ് ചെയ്യാം, ബൈക്ക് യൂസ് ചെയ്യാം, ബസ് യൂസ് ചെയ്യാം, സൈക്കിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൈക്കിളിൽ കാശ്മീർ വരെ യാത്ര പോയിട്ടുള്ള യാത്രികരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലുടനീളം യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. കേരളം മുഴുവൻ കാണണം, എല്ലാ ജില്ലകളും കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. എല്ലാ ജില്ലകളിലേക്കും പല പല മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. സൈക്കിളിൽ കേരളം മൊത്തം യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കേരളത്തിൽ എല്ലാ റോഡുകളും അത്ര നല്ലതൊന്നും അല്ലല്ലോ, കുറച്ച് മോശം റോഡുകളൊക്കെ ഉണ്ട്. സൈക്കിളിൽ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫാമിലി ആയിട്ട് സൈക്കിളിൽ കേരളം മൊത്തം കറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലേറെ ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആ ഒരു ടാസ്ക്, ആ ഒരു ഗംഭീരമായ ടാസ്കുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ആഷിഖ് ആൻഡ് വർദ്ധ. വെൽക്കം. താങ്ക് യു. സൈക്കിളിൽ യാത്ര ചെയ്ത് 6 ഡിസ്ട്രിക്ട് പിന്നിട്ട് 6ാമത്തെ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തി, പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാലക്കാട്? അടിപൊളിയാണ്. പാലക്കാടിന്റെ ചൂട് മാത്രം മാറ്റി വെച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ചൂട് ചെറുതായിട്ടൊരു ഹെഡ് വിൻഡ് ഉണ്ട്. നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇവിടെ ആളുകളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, മക്കളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഇവന് ആര്യനർഷ്, അവന് കാഹിൽ. ഓക്കെ, അപ്പോൾ ഈ 4 പേരുമായിട്ട് കേരളം മൊത്തം കറങ്ങാനായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഇൻസ്പിറേഷൻ? എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് രീതിയിൽ നമ്മൾ യാത്ര ചെയ്യലുണ്ട്. സൈക്ലിങ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 വർഷമായി, 2 വർഷമായിട്ട് ഞാനും സൈക്ലിങ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമില്ല. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര കണ്ടക്ട് ചെയ്തത്. അത് ഓക്കെ, ഇതൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം ഈ ഒരു 14 ഡിസ്ട്രിക്ട് കവർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് 1.5 മാസമായി എന്ന് പറഞ്ഞു. ഇനിയും 1.5 മാസം കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഈ 14 ജില്ലയും കറങ്ങി തിരികെ വരിക അല്ലേ? അപ്പോൾ ഈ ഒരു 3 മാസത്തോളം ഇങ്ങനെ പുറത്ത് സൈക്കിളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഒറ്റക്കാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കര കുട്ടികളെ വെച്ചിട്ട് ഇവര് പിന്നെ ഭയങ്കര കംഫർട്ടാണ് കുട്ടികൾ റൈഡിൽ എൻജോയ് ചെയ്യണ്ട്. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ? കാര്യം 2 പേരും ജോലിയുള്ളവരായിരുന്നു, ഇപ്പൊ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്. ജോലി ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പരിപാടിയുടെ ഇറങ്ങാൻ പറ്റില്ല. ഒരു 4 ദിവസത്തിൽ അടുപ്പിച്ച് ലീവ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ്? നമ്മളിപ്പോൾ ഏകദേശം 1 വർഷമായി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട്. അപ്പം നമ്മൾ രണ്ടാളും പ്രാക്ടീസ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഈ ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് സൈക്ലിംഗ് ചെയ്യല് നമ്മളവിടെ ഒന്നും കോമൺ അല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ആക്കി എടുക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുത്തു നമ്മൾ. പിന്നെ സൈക്കിൾ കണക്ട് ചെയ്തിട്ടുള്ള സാധനം, മോൻ്റെ ബാക്കിലുള്ള ചെയർ, അതെല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്ത്. അപ്പം അതിനൊക്കെ അത്യാവശ്യം നമുക്ക് സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്യാരി ചെയ്യണം ഇത്രയും സമയം. അപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം 1 വർഷം എടുത്തു ഇങ്ങനെ സെറ്റാക്കി എടുക്കാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമുക്കൊരു 1-2 മാസം നമുക്ക് എങ്ങനെയായാലും ലീവ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജോലി മാറ്റി വെച്ചിട്ട് ഈ ഒരു യാത്ര ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ബാക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഇറങ്ങിയിരിക്കുന്നത്? അങ്ങനെയല്ല, ഞങ്ങൾ അന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ വളരെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാതെ നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളൊരു ചെറിയ പെർഫ്യൂമൊക്കെ സെയിൽ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്.
അപ്പൊ അതാണ് നമ്മളെ ഒരു മെയിൻ നമ്മളെ ഒരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. പെർഫ്യൂം സെയിൽ ചെയ്തുകൊണ്ട് യാത്ര നമ്മൾ ആളുകളൊക്കെ കൂടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ ചെറിയ എമൗണ്ടിൽ നമ്മൾ പെർഫ്യൂം സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് നമ്മളെ മേടിച്ച് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതാണ് മെന്റാലിറ്റി തന്നെ ആവശ്യമില്ലെങ്കിലും നമ്മൾ പെർഫ്യൂം മേടിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് കാലിക്കറ്റ് ആണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യാത്രയിൽ കുറച്ച് കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ്. അവിടെ ബീച്ചിലാവുമ്പോൾ ഓപ്പൺ സ്പേസ് ആണ്, ഒരുപാട് ആൾക്കാരുണ്ടാവും. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മള് എല്ലാ ജില്ലയിലും സെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മാത്രം പോരല്ലോ, നമുക്ക് വേണ്ട ഭക്ഷണം വേണം, വസ്ത്രം വേണം, കുട്ടികളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു സൈക്കിളിൽ? ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ. സൈക്കിളിൽ ഫ്രണ്ടിലും പുറകിലും ആണെങ്കിലും 2 സൈക്കിളിൽ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ക്യാരി ചെയ്യുന്നത്. ഡ്രസ്സ് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് കരുതുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് കുക്ക് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ ടെന്റും ഫോമും കാര്യങ്ങളും എല്ലാം നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മൾ സൈക്കിളിൽ ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് റൂം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ടെന്റ് അടിക്കാൻ സ്പേസ് ഒക്കെ ഇട്ടാണെങ്കിൽ നമ്മൾ അധികം ടെന്റ് അടിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പം എപ്പോഴും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഐഡിയ ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, പക്ഷെ കുക്ക് ചെയ്യും അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആ ലൊക്കേഷനിൽ നമ്മൾ മേടിച്ചിട്ട് അങ്ങനെ കുക്കിംഗ് ചെറിയ രീതിയിലൊക്കെ അധികം നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കല്. മെയിൻ ഫുഡൊക്കെ അത് നമ്മള് ഒരുപാട് ദൂരങ്ങൾ കവർ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ ഹോട്ടലിനെ ആശ്രയിക്കാണ് ചെയ്യാറ്. ഓക്കെ, വല്ലാത്തൊരു ടാസ്ക് ആണല്ലേ? അഡ്വഞ്ചറാ ടാസ്ക് ആണ്, അതൊരു രസമാണ്. എന്താണ് ഈ 1.5 മാസത്തെ ട്രാവലിങ്ങിൽ പഠിച്ച പാഠങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നെഗറ്റീവായിട്ട് പറയില്ല, വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? ഇല്ല, അങ്ങനെ വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. നമ്മൾ കുറെ പഠിച്ചു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്. അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് ചോദിച്ച് കുറെ ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായില്ല. ക്വിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് ആലോചിക്കാന്നല്ലാതെ ഇത് നിർത്തണം എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല. 1-2 പ്രാവശ്യം സൈക്കിള് ഇങ്ങനെ കംപ്ലൈന്റ് ആയി വന്നപ്പോൾ അതിന്റെ നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയൊരു ടാൻഡം ഉണ്ടായിരുന്നു. അത് നമ്മളെ റോഡിന് അത്ര കംഫർട്ട് ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നപ്പോൾ 1-2 പ്രാവശ്യം അതിന് ടെൻഷനായി നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഞങ്ങളങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി ആ സമയം വരെ ഞങ്ങളങ്ങനെ നിന്നിട്ട് ക്വിറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു അതൊക്കെ ശരിക്കും. പക്ഷേ ഞങ്ങളത് എൻജോയ് ചെയ്തിട്ട് അത് അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയായിരുന്നു ശരിക്കും. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ട് യങ്ങാണ്, പക്ഷെ മോൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനും ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. മോന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അറിയുമ്പോൾ നമ്മളത് ഒരു പ്ലാൻ എടുത്തു. അവർക്കിത് അറിയില്ലല്ലോ എത്ര ടാസ്ക് ആണെന്നുള്ളത് നമ്മളെ പോലെ. പക്ഷെ ഓരത് ഭയങ്കര അടിപൊളിയായിട്ട് ഇവനൊക്കെ പ്രത്യേകിച്ച് നമ്മള് താഴുമ്പോഴും കൂടി നമുക്ക് അതും കൂടി എത്രയും കൂടി പോകും. ശരിക്കും അവരാണ് എൻജോയ് ചെയ്യണതും ആസ്വദിക്കണം. അവരാണ് യാത്ര നമ്മൾ കണ്ടിന്യൂസിൽ ഇന്ന് റൈഡ് ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ അവരാണ് ഇൻട്രസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് അവർ ഇന്ന് ചെയ്യാം, യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അവര് ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവർ കംഫർട്ട് അല്ലെങ്കിൽ നമ്മളും ബുദ്ധിമുട്ടായേനെ. ഓക്കെ, ഈ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ യാത്ര തുടങ്ങുന്നു പറഞ്ഞപ്പോഴേ? നമ്മൾ കൂടുതൽ ആൾക്കാരൊന്നും ഈ ഒരു യാത്ര അറിയിച്ചിട്ടുണ്ടായില്ല. പൊതുവെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഒരു ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള യാത്ര ചെയ്യും. നമ്മൾ സത്യം പറയാ ഞാൻ പറഞ്ഞല്ലോ 1 വർഷത്തോളമായി ഇതിന് വേണ്ടി നിൽക്കുന്നു. പക്ഷെ നമ്മൾ അന്ന് യാത്ര ചെയ്യേണ്ട തലേന്ന് ഓരോ വീട്ടില് സപ്പോർട്ടാണ്. ഓരോ ഫാദറും മദറൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. എൻ്റെ വീട്ടിൽ സത്യം പറയാ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് ഞാൻ അറിയിച്ചിട്ടേ ഉണ്ടായില്ല. നമ്മൾ അവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല. നമ്മൾ അടുത്ത് ചെയ്യണ്ടെന്നേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു യാത്ര തുടങ്ങിയിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ആരെയും അറിയിക്കാത്തതുകൊണ്ട് തന്നെ നമുക്കതിനൊരു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ റൈഡ് ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത് നമ്മളിങ്ങനെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, എങ്ങനെയുള്ള റെസ്പോൺസ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? കൂടുതലും പോസിറ്റീവ് ആണ്. എന്തിനും നെഗറ്റീവ് നെഗറ്റീവാണ്, പോസിറ്റീവാണ്. ഒരു യാത്ര ആകുമ്പോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. നെഗറ്റീവ് കുറവാണ്. കോമൺ ആയിട്ടും എല്ലാവരും യാത്രേനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണെന്ന് അധികം എല്ലാവരും പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 6 ഡിസ്ട്രിക്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോൾ അവിടെ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യുക? ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് പോകാറാണോ പതിവ്? അല്ല, നമ്മള് ഇപ്പോ പാലക്കാട്ടേക്ക് വരിക എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നല്ലാതെ പാലക്കാട് നമ്മൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ സൈക്ലിംഗ് ക്ലബ്ബായിട്ടും അങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കണക്ട് ചെയ്യലുണ്ട്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ നാളെ എവിടെ പോകണമെന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അവിടെ കുറെ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനനുസരിച്ചാണ് നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത്. സൈക്ലിംഗ് ക്ലബ്ബായിട്ടുള്ള ആളുകൾ
പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വരുമ്പോൾ അവരുടെ രീതിയിലൂടെയാണ് ഞങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണുക, അവിടെ സ്ഥലങ്ങൾ സന്ദർശിക്കുക, താമസിക്കുക, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 6ഓളം ഡിസ്ട്രിക്ട് കവർ ചെയ്തല്ലോ, വളരെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഡിസ്ട്രിക്ട് ഏതായിരുന്നു കണ്ടതിൽ? അങ്ങനെ ചോദിച്ചാൽ എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ വയനാടാ. സത്യം പറയാച്ചാല് നമ്മള് വയനാട് ഒരു പ്രതീക്ഷയില്ലാതെ ആ ചുരം കയറുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചുരം കയറുമ്പോഴൊക്കെ? സൈക്കിളിൽ അത് തന്നെ ഒരു ടാസ്ക് ആയിരുന്നു. അത് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമ്മൾ അവിടെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവിടെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒന്നാമത് ആ ചുരം കയറി എത്തിയതിന്റെ എക്സൈറ്റ്മെന്റും കൂടി ആയിട്ടാവും. അപ്പൊ ഒന്നും കൂടി അതിന് മുന്നേ കണ്ണൂരായിരുന്നു, തലശ്ശേരി ഭാഗം, അതേപോലെ മുഴപ്പിലങ്ങാട്, കണ്ണന്നൂര്, മൊത്തത്തില് സപ്പോർട്ടായിരുന്നു. കാസർഗോഡ് വരെയല്ലേ. നമ്മൾ റോഡിൽ പോകുമ്പോ തന്നെ ആൾക്കാർ നിർത്തിയിട്ട് നമ്മളടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും നല്ല സപ്പോർട്ടാണ് മൊത്തത്തില്. അതിനുശേഷം പിന്നെ വയനാടായിരുന്നു. ഇപ്പൊ പാലക്കാട് ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഏറ്റവും മോശം എക്സ്പീരിയൻസ് ഒക്കെ എവിടെ നിങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? യാത്രന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ കാലിക്കറ്റ് വെച്ച് ഇതേപോലെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കണേ. മോന്റെ സൈക്കിളിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് അത് വെയിറ്റ് കൂടുതൽ പറ്റൂല. സൈക്കിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ കണക്ട് ചെയ്യുന്ന ടാൻഡം എന്നാണ് അതിന് പറയാം. അപ്പൊ അത് ബെൻഡായിട്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചോദ്യചിഹ്നം. ഞങ്ങൾ ടെൻഷൻ അടിച്ച് ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് 2-3 പെർഫ്യൂം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ മോനും വൈഫും കൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇവനും കൂടി പെർഫ്യൂം സെയിൽ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സെയിൽ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് കോളേജ് പിള്ളേർ, ബോയ്സ് ആൻഡ് ഗേൾസ് വന്നിട്ട് സൈക്കിളിൽ കയറി ഇരിക്കുക, മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആ തിണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകൾ കൊണ്ട് ചവിട്ടി ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായാലും ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇതേപോലെ മോന്റെ സൈക്കിൾ അങ്ങനെ വെയിറ്റ് പാടില്ല നീക്കാൻ പറഞ്ഞപ്പോൾ അതൊരിക്കും ഇഷ്ടമായില്ല. അത്യാവശ്യം ഡ്രിങ്ക് ആയിരുന്നു. സ്മെല്ല് അറിയാം. പിന്നെ വേറെ ഡ്രഗും കാര്യങ്ങളും ഉപയോഗിച്ചാൽ എനിക്ക് അറിയില്ല. സാധാരണ ഒരു സ്വഭാവം, ഡ്രിങ്ക് ആൾക്കാരുടെ സ്വഭാവം നമുക്കറിയാലോ. പക്ഷെ അതിലും കൂടെ ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഗേൾസ് ഓൾസോ ഭയങ്കരമായിട്ട് നമ്മള് ഫാമിലി ആണെന്നൊന്നും നോക്കാതെ നമ്മളെ മേത്ത് കയറിയാണ്. കയ്യില് മോന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതൊന്നും അവർക്ക് വിഷയമാവുന്നില്ല. അവരോട് കുറച്ച് സംസാരമായി. പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് അത് സോൾവ് ചെയ്ത്. അങ്ങനെ അതൊരു വല്ലാത്തൊരു വിഷമം തോന്നി, നമുക്ക് സങ്കടം തോന്നി. കാരണം എല്ലാരും സപ്പോർട്ട് ചെയ്യല്ലോ. പിന്നെ ആ ഏജിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത്. അതിന്റെ ഇടയിലൊരു ഇങ്ങനെ ആൾക്കാർ ചെയ്തപ്പോ നമുക്ക് ഓരോട് ദേഷ്യമില്ല, പുതിയ യൂത്തിന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ സാധാരണ സങ്കടം തോന്നുന്നുണ്ടായിരുന്നത്. അഡ്വഞ്ചർ യാത്ര ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഒരു സഹായം കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞങ്ങളവിടെ കടന്നു പോയിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച കൊണ്ട് ഞാനും മോനും അവിടുന്ന് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് വരുമ്പോഴാണെങ്കിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവളവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, കാണരുത് നിൽക്കുമ്പോൾ. അപ്പോൾ അവരത് നെവർ മൈൻഡാണ്. ഒരാൾ മോൻ്റെ സൈക്കിളിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് സങ്കടമാക്കിയൊരു സംഭവമായിരുന്നു. പിന്നെ അവർ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാണ് അത് അങ്ങനെ സോൾവ് ആക്കി പോയത്. ഞങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ഇതിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സപ്പോർട്ടീവ് അല്ലാതെ ലഹരിയുടെ പേരിൽ ഇങ്ങനെ വന്നപ്പോൾ ഒരു സങ്കടം. മൊത്തത്തിൽ നമുക്ക് ഒരു യാത്രൻ്റെ ഇടയിൽ ഒരു മെയിൻ വെല്ലുവിളി എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. ഇതിന്റെ ഒരു ഇടക്കിടക്കില്ല കംപ്ലൈന്റ്. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ. ഇപ്പോൾ ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും. നമുക്കിപ്പോൾ നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഒരു ടെൻ്റ് അടിക്കുന്നു വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പബ്ലിക് പ്ലേസിൽ അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? നമുക്ക് പേടിക്കാനുള്ള സമയം നമ്മൾ റൈഡ് ചെയ്ത് ഓൾറെഡി ക്ഷീണിച്ചിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ എവിടെ കിടക്കണമെന്നൊന്നും അങ്ങനെ നമുക്ക് അങ്ങനെ കിടന്നുറങ്ങും ആള്. പക്ഷെ എനിക്ക് ചൂട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇതിനൊക്കെ. അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളതിങ്ങനെ ഈ റൈഡ് ഇറങ്ങണീന്റെ മുമ്പ് അങ്ങനെ വിചാരിച്ചിരുന്നു ഓരോ സ്ഥലത്ത് അറിയാത്ത സ്ഥലമാവല്ലേ, ഇനി മനുഷ്യന്മാരെക്കാളും മൃഗങ്ങളതിന് പേടി, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായി. പക്ഷെ സത്യം പറയാച്ചപ്പോ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെന്റ് എവിടെ അടിക്കണമെന്നൊന്നും നോക്കൂല. നേരെ വിരിക്ക കിടക്ക ഉറങ്ങ രാവിലെ നീക്ക. ആദ്യം തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടെന്റ് അടിച്ച് കിടക്കാനുള്ള ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഇപ്പൊ ടെന്റ് അടിച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരു രസകരമായിട്ട് ടെന്റ് അടിച്ചാന്ന് നമ്മള് കൊല്ലഞ്ചേരി ടെന്റ് അടിച്ചെന്ന്. അത് നമ്മളൊരു അമ്പലത്തിന്റെ പരിസരത്ത് ഒരു മിനി പമ്പായിരുന്നു അവിടെ. കുറ്റിപ്പുറം പോലെ തന്നെ മിനി പമ്പ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ആയിരുന്നു. കൊല്ലംചിറ ക്ഷേത്രത്തിന്റെ അടുത്ത്.
അത് അവിടെ ചെറിയ സൈഡിലൊക്കെ ആയിട്ട് അവിടെ അന്ന് സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് അന്ന് ഇതേമാതിരി നമുക്ക് സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ ടെന്റ് അടിച്ചത്. പക്ഷെ ഒരു ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഏകദേശം ഒരു 3 മണി 4 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടും മണിയടിയും ഒക്കെ ആയിട്ട് നമ്മളവിടെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്ന്. അങ്ങനെ ഒരു ആളുകൾ സപ്പോർട്ടിനായിട്ട് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ സേഫ് ആയിരുന്നു. അവർ തന്നെ അപ്പുറത്ത് തന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്ന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതുപോലെ തന്നെ അന്ന് അവിടുന്ന് ഇതേമാതിരി നമ്മള് ഒരു പുറത്തുള്ള ആളെ തോന്നുന്നു ഇതേമാതിരി വെള്ളമടിച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്യേനെ. നമ്മള് ഫുഡ് കഴിച്ച് പോന്നപ്പോ ഹിന്ദിക്കാരനായിരുന്നു അത്. ഇന്റെ പിന്നാലെ അങ്ങനെ വരേനെ. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ടെന്റിലേക്ക് തിരിച്ചു വരുന്ന സമയം ഇവര് കോൾ ചെയ്യാൻ വേണ്ടിയാണ്ട് ഒരു സ്ഥലത്ത് നിന്നപ്പോ ഞാൻ ഒറ്റക്ക് മോനെ കൊണ്ട് നടന്നു വരാം. അപ്പൊ ഇയാൾ ഇന്നെങ്ങനെ ഫോളോ ചെയ്താണ്. എനിക്ക് മനസ്സിലായി അയാൾ നോർമൽ അല്ലാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് അവിടെ ടെന്റ് അടിച്ചാണല്ലോ നിൽക്കുകയും ചെയ്യണത്. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വരുമോ, നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമോ, നോർമൽ അല്ലല്ലോ. അങ്ങനെ ഒരു അന്ന് മൊത്തത്തില് ടെന്റ് അടിച്ചപ്പോൾ കുറച്ച്, അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ടെന്റ് അടിച്ചപ്പോൾ സേഫ് തന്നെ. അന്ന് കുറച്ച് പേടിച്ചിട്ടാണ് ടെന്റ് അടിച്ച് കിടന്നിറങ്ങിയത്. ശരിക്കും വല്ലാത്തൊരു ധൈര്യവും ആർജവും ഒക്കെ വേണം ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അല്ലേ. എല്ലാവരും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ. ശരിക്കും നമ്മളൊക്കെ ഒരു കംഫർട്ടബിൾ യാത്ര ആഗ്രഹിക്കുന്നവരല്ലേ. ഇപ്പോൾ ട്രെയിനിൽ പോലും ജനറൽ കയറാതെ സ്ലീപ്പറോ അല്ലെങ്കിൽ AC വേണം, വളരെ സേഫ് ആയിട്ട് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർ. പക്ഷെ നിങ്ങൾ അതൊക്കെ ആ കംഫർട്ട് സോൺ അങ്ങ് മാറ്റി വെച്ച് അങ്ങ് ഇറങ്ങിയിരിക്കുക. അത് സൈക്കിളിൽ, കാറിലാണെങ്കിൽ പിന്നെയും കാറിനകത്ത് സേഫ് ആണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ആർജവം ഉണ്ടാക്കിയെടുത്തത്? നമ്മള് യാത്ര ചെയ്യുമ്പോ എപ്പോഴും കംഫർട്ട് അല്ല. നമ്മൾ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. യാത്ര പറയുമ്പോൾ നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. യാത്ര ചെയ്യാന്നുള്ളതാണ്. അതെ അതെ. യാത്ര പോവാന്നുള്ളത് എങ്ങനെയെന്നുള്ളതല്ല. നമ്മള് മാക്സിമം നമ്മളെ പുറത്തത്തെ ഔട്ട്സൈഡത്തെ ആ എക്സ്പീരിയൻസ് മക്കൾക്ക് ഇങ്ങനെ ഞങ്ങളിങ്ങനെ അറിവ് ഇതിലൂടെ തന്നെ ഇങ്ങനെ പകർന്നു കൊടുക്കാന്നുള്ള. നമ്മള് വീട്ടില് കംഫർട്ടായിട്ട് ഇരിക്കണ പോലെ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ പറ്റൂല. നമ്മൾക്ക് അതിനൊരു നമ്മൾ മനസ്സുണ്ടാക്കി എടുക്കണം. അതായത് അഡ്ജസ്റ്റ് ചെയ്യാന്. നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പോലെ ആയിക്കറിയാം. ഒന്നും സേഫ് ആയിട്ടൊന്നാവില്ല. ഒന്നാമത് നമ്മളെ മൈൻഡ് നമ്മൾ പ്രിപ്പയർ ആവണം. എങ്ങനെ ആയാലും നമ്മൾ ഓക്കെ ആവും എന്നുള്ളത്. എന്നിട്ട് പിന്നെ നമ്മള് കുട്ടികളെയും കൊണ്ട് പോണോണ്ട് തന്നെ ഓരോ ഇത് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടണോണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു യാത്ര അങ്ങനെ മുന്നോട്ട് പോകില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ മോൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പൊ ക്ലാസ് ഒക്കെ സ്കൂളിലൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ ഇപ്പോൾ ഏകദേശം 2 മാസം അവനായി പോയിട്ട് ഇപ്പം പഠിക്കാൻ അത്യാവശ്യം മിടുക്കനാണ്. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ എക്സാമിന് അവനെ പറഞ്ഞയച്ചാലും അവന് അവൻ പാസ്സാവും എന്നുള്ളത്. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടണില്ലാതെ ഒരുപാട് എക്സ്പീരിയൻസ് അവന് ഇപ്പൊ ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ അവന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. അപ്പൊ അതിനാണ് നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അവർക്ക് പൊതുവിവരങ്ങൾ ഉണ്ടാവട്ടെ, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത്. നമ്മള് സ്കൂളിൽ നിന്ന് എന്താ പഠിപ്പിക്കണേ, എല്ലാവരും നമ്മളെ സഹോദരന്മാരാണെന്നുള്ളത് അതാണെന്നുള്ളത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് സത്യമായ. പക്ഷെ എല്ലാ ഇടത്തുള്ള ആൾക്കാരും നമ്മളെ ആൾക്കാർ തന്നെയാണ് എന്നുള്ളത്. നല്ല മനുഷ്യന്മാരുണ്ട്, എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും സ്വാർത്ഥരല്ല. അങ്ങനെ ഒരുപാട് കാര്യം അവർക്ക് ഇതിൽ നിന്ന് പഠിക്കും. അതേ സമയത്ത് അങ്ങനെ സ്വാർത്ഥരായിട്ടുള്ള മോശം മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുണ്ട്. അതെ അതെ. ജീവിക്കാൻ പഠിപ്പിക്കുക. ചെറുപ്പത്തിൽ അത് കിട്ടുമ്പോൾ അവർക്ക് വലുതാവുമ്പോ ലോകം എന്താന്ന് ഓൾറെഡി പോലെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അത് നല്ല കാര്യമായിരിക്കും. ഓക്കെ. എന്താണ് ഈ ഒരു 1.5 മാസത്തിലെ യാത്രക്കിടയിൽ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്? ഞാൻ ഓൾറെഡി ഒന്നും കൂടി ബോൾഡായ മാതിരി തോന്നി. കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഓൾറെഡി പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളേനു. അപ്പൊ അതില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഭയങ്കര ധൈര്യമാണ്. ഒറ്റയ്ക്ക് ഇതിനെ പോവാനും ഏത് സമയമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആഷിഖ്? ഞാൻ ഓൾ ഇന്ത്യ എന്നുള്ള എനിക്കൊരു സ്വപ്നമാണ്. ഈ സൈക്കിളിൽ തന്നെ ഫാമിലിയുമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. അത് ഇവരെയും കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു ഇത്. അപ്പോൾ പറ്റുമെന്നോ എനിക്ക് ഇതിന് മനസ്സിലായത്. ഓക്കെ. ഇപ്പോൾ മറ്റുള്ള വണ്ടികൾ ഉപയോഗിക്കും പോലെയല്ല. മറ്റുള്ള വണ്ടികൾ നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പോവും. ഇത് കാലുകൊണ്ട് ചവിട്ട് തന്നെ വേണം. നല്ല പണിയാണ്. എങ്ങനെയാണ് ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണ്ടേ അല്ലേ? ആരോഗ്യം നല്ല എനർജി വേണം നമുക്ക് എപ്പോഴും. എങ്ങനെയാണ് നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നല്ല ഫുഡ് കഴിക്കുക, വെള്ളം മാക്സിമം കൊടുക്കുക, വെള്ളം കുടിക്കുക. പിന്നെ ഈ നാട്ടുകാരുടെ സപ്പോർട്ടും ഈ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ അങ്ങനെ എനർജി കിട്ടുന്നതാണ്. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എത്താന്ന് വിചാരിക്കുമല്ലോ. അപ്പൊ അവിടേക്ക് എത്തിക്കഴിയുമ്പോ നമുക്ക് ഒരുപാട് വേദനയും കാര്യങ്ങളോ ഒന്നിങ്ങനെ അറിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളോട് എത്തി ഈ സ്ഥലങ്ങൾ ചവിട്ടി വന്നല്ലോ. സ്ട്രഗിളിങ് തന്നെയാണ്. നമ്മള് ചില റോഡുകളൊക്കെ ഭയങ്കര കയറ്റവും ഇറക്കമാണല്ലോ നമ്മളെ നാട്ടിലുള്ള റോഡ്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെ റൈഡ് ചെയ്യുന്നു. പക്ഷെ നമ്മള് വിചാരിച്ച സ്ഥലത്തെത്തുമ്പോ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറക്കും. ഇനി എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത്? പ്ലാൻ ഉണ്ടോ അതോ?
ഇല്ല ഇല്ല ചെയ്തിട്ട് ചെല്ലുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ അല്ലേ? ഇന്ന സമയത്ത് ചെല്ലാം. ഇല്ല ഇല്ല അൺപ്ലാൻഡ് ട്രിപ്പാണ് നമ്മളത്. വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പെരുന്നാളാകുമ്പത്തിന് വരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മള് സത്യം പറയാൻ നമ്മളൊന്നും പ്ലാൻ, നമ്മളിപ്പോൾ ഏതായാലും ഒരു ദൗത്യമായിട്ട് ഇറങ്ങി, അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ട് അത് ടൈം എടുത്തിട്ട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് അത്ര നല്ലതായിട്ട് ഇറങ്ങിയ സമയത്ത് ഓക്കെ ആയിരുന്നു, ജനുവരി മാസം ഓക്കെ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ചൂട് ഇച്ചിരി അസഹനീയമാകും. അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി 12 മണിക്ക് ശേഷം കുട്ടികളെ കൊണ്ട് പുറത്ത് വെയിലത്ത് ചോട്ടാറില്ല സാധാരണ. പക്ഷെ പാലക്കാട് അത് ശ്രദ്ധിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു സമയം കിട്ടി. പാലക്കാട് 12 മണിക്ക് ശേഷം 2 മണിക്കും 3 മണിക്കും ഒക്കെ ഞങ്ങൾ റൈഡിലായിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു 3 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് തന്നെ 2:45 ഇങ്ങോട്ട് എത്തിയത്. അങ്ങനെ നമ്മള് ലോങ് റൈഡ് ചെയ്ത് പോകണം. നമ്മള് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങും, എന്നിട്ട് ഒരു 11-12 മണി വരെയൊക്കെ റൈഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഈവനിങ് ഒരു 4 മണിക്ക് ശേഷമാണ് പിന്നീട് ആ ടൈം ആകുമ്പോൾ നമുക്ക് അത്രക്ക് റിസ്ക് ഇല്ല. 6 മണി വരെയൊക്കെ ആണ് റൈഡ് ചെയ്യാറ്. അപ്പൊ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനും പറ്റും. ഉച്ചക്ക് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണിക്കും, നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും പെട്ടെന്ന് ക്ഷീണിക്കും ചൂടുകൊണ്ട്. അപ്പൊ ആ ടൈം ആകുമ്പോൾ നമ്മള് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നല്ല സ്പോട്ടൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ വല്ല പാർക്കൊക്കെ അവിടെ ഒക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യും, ഉറങ്ങും. ചിലപ്പോൾ നമ്മൾ തന്നെ അവിടെ കിടന്നുറങ്ങാനുണ്ട്, ഉറങ്ങി എണീറ്റിട്ടാ പിന്നെ പോവാം. ഓക്കെ, കേരളം എങ്ങനെയാണ് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് തോന്നിയോ? സേഫ് തന്നെയാണ്. സേഫ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. ആളുകൾ എല്ലായിടത്തും 1-2 ആൾക്കാർ, അത് നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. നമ്മള് അത്രയും സേഫ് ആണെന്ന് നമ്മൾ പറയണില്ല. ഇനിയിപ്പോൾ നാളെ ഇത് കണ്ട് എല്ലാവരും ഇറങ്ങി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എല്ലായിടത്തും നല്ല ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഇറങ്ങും. 1-2 ഇൻഷുറൻസ് അല്ലാതെ നമുക്ക് വേറെ മോശം അനുഭവമായിട്ടൊന്നും കിട്ടില്ല. എല്ലായിടത്തും നല്ല സപ്പോർട്ട്. ഇപ്പൊ ഞാൻ കാലിക്കറ്റൊക്കെ 1 മണിക്കോ 2 മണിക്കൊക്കെ പെർഫ്യൂം സെയിൽ ചെയ്യലുണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു പേടിയില്ല, അത്രയും ആൾക്കാർ സപ്പോർട്ടാണ് നമ്മളെ കൂടെ. അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടിയില്ല. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാനേ ആൾക്കാരുള്ളൂ. നമുക്ക് അങ്ങനെ മോശം എൻ്റെ അടുത്തൊന്നും ഇതുവരെ ഒരാളും, ഞാൻ ഒറ്റക്കൊക്കെ പെർഫ്യൂം സെയിൽ ചെയ്യലുണ്ടായിരുന്നു ഓല ഉറങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ, അതെങ്ങനെ ആളുകളോട് ഇപ്പോൾ ഇങ്ങനെ യാത്രയുടെ ഭാഗം അങ്ങനെ പറയലാണ്. അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് നമുക്ക് കുറച്ച് ടൈം സെയിൽ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരു യാത്രയിലാണ്, നമ്മളൊരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫ്യൂം സെയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അവര് നമ്മളതിന് ഭൂരിഭാഗം ആൾക്കാരും മേടിക്കലുണ്ട്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും എന്താ പറയല്ലേ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അപ്പൊ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് പറഞ്ഞാണ്ട് നമുക്ക് അങ്ങനെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് എവിടേക്കാണ് പ്ലാൻ ചെയ്യുന്നത്? ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇനി പോകുന്നത്? ഇനി തൃശ്ശൂരാണ് അടുത്തത് പോകുന്നത്. നെന്മാറ, കുതിരാൻ റോഡിലൂടെ അങ്ങ് തൃശ്ശൂര്, അവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ 1-2 മാസം ഇനിയും പിടിക്കുമായിരിക്കും. കാര്യം ഇനി കണ്ടതിലേറെ കാണാനുള്ളത് കൊണ്ട് തന്നെ അല്ലേ, ഇനി ഒരുപാട് ടൈം എടുക്കുമായിരിക്കും അല്ലേ? ഓക്കെ, ഈ ഒരു ആഗ്രഹം ഉള്ളിൽ, നേരത്തെ പറഞ്ഞ പോലെ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാര്യം ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണ്, ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളാണിപ്പോൾ ഈ യാത്രയായിട്ട് കുട്ടികളുമായിട്ട് സൈക്കിളിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? യാത്ര എന്ന് പറയണത് നമുക്ക് അങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം റെഡി ആയിട്ട് ചെയ്യുക അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് ക്യാഷ് ആയിട്ട് എല്ലാം സെറ്റായിട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കണവരുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പ്രാരാബ്ദങ്ങളൊക്കെ ഒന്ന് കൈയിട്ട് എന്നിട്ട് ചെയ്യും. അങ്ങനെ ഒരു സമയം നമുക്കില്ല. നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുമ്പോൾ ആ യാത്ര അങ്ങനെ നടന്നോളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യണം. യാത്ര ചെയ്യാൻ നമ്മളൊരു ഇഷ്ടം കൊണ്ടും, പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഫിനാൻഷ്യലി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പെർഫ്യൂം സെയിൽ ചെയ്യണ്ടല്ലോ, അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ എല്ലാം ക്യാഷും കയ്യിലുണ്ടായാലും മാത്രമേ യാത്ര ചെയ്യാന്നുള്ളതല്ല. യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്, നമ്മൾ മുന്നിലോട്ട് വരും. ഞങ്ങൾ ഈ ഒരു പെർഫ്യൂം എന്നുള്ളൊരു ഐഡിയക്ക് വരാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിരിക്കണം. ഇന്ന് രാത്രി പെർഫ്യൂം ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തിട്ട്? അത് നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ നിന്ന് എടുക്കുന്നതാണ്. നമ്മളൊരു ഓൺ പ്രൊഡക്റ്റ് പോലെ തന്നെ നമ്മൾ ലാബലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് കൊറിയർ വഴി അയച്ചിട്ട് അത് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ നല്ല റിവ്യൂ ഉണ്ട്. ആൾക്കാർ പിന്നെയും ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ നിങ്ങൾ ചെയ്തു തരുന്നുണ്ടോ എന്നൊക്കെ. നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യണതാണ് സത്യമൊക്കെ. ഈ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഫാർമസിസ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി പ്രൊഫഷണൽ ഉള്ളവരാണ്. ഇപ്പോൾ ഒരു പെർഫ്യൂം നമ്മളിങ്ങനെ ഒരു ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? അത് തിരിച്ച് ജോലിക്കാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ഉണ്ടോ അടുത്ത ലക്ഷ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ ചെയ്യണമെന്നാണ് എനിക്കൊരു ആഗ്രഹമുള്ളത്. അത് മക്കളുമായിട്ട് തന്നെ ഇതുപോലെ തന്നെ സൈക്കിളിൽ പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഇവരെയും കൊണ്ട് പോയിട്ട് അങ്ങനെ പോകുന്ന പഠിക്കുന്നതിലേറെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട്
ഇതിലെ പോരായ്മകളൊക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാടിനെ തിരഞ്ഞെടുത്തത് കേരളം. അങ്ങനെ അതാണ് നമ്മൾ അടുത്ത പ്ലാൻ വരുന്നത്. ഓക്കെ. പാലക്കാട് കൊല്ലങ്കോട് വന്നിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മള് പാലക്കാട് വന്നപ്പോൾ എന്തായാലും കൊല്ലങ്കോട് വരണം എന്നുള്ളത് ഞങ്ങളെ വലിയൊരു ആഗ്രഹമാണ്. അത് നമുക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഴയ കാലങ്ങളിൽ കഥകളിലും ഇതൊക്കെ കേട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചിട്ട് കൊല്ലങ്കോട് എന്തായാലും നമ്മൾ വരണം വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കൃഷി രീതിയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഇങ്ങനെ കാണിക്കാനായി, സൺസെറ്റ് പിടിക്കാനായി, ഇന്നലെ സൺറൈസ് മോർണിംഗിൽ കണ്ടു. അവർക്ക് ഇങ്ങനെ നെല്ലിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിലും പറഞ്ഞ് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കുളങ്ങളുണ്ട് ഇവിടെ ചുറ്റുവട്ടത്ത്, താമരക്കുളം, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. തെങ്ങ്, പന, അവിടെ കൃഷി രീതികളും മൊത്തം നമുക്ക് ഇങ്ങനെ പഠിക്കാനായി. അതൊക്കെ കൊല്ലങ്കോട് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് പരിചയക്കാരായി. സത്യം ഒരുപാട് ഫ്രണ്ട്സ് ആയില്ലേ? ഓക്കെ. ഇപ്പോൾ ഇത്രയും നാള് യാത്ര ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വീണ്ടും വരാം ഇങ്ങോട്ടേക്ക് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ? ഇനിയിപ്പോ മഴക്കാലത്തൊന്ന് വന്നിട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണല്ലോ കൊല്ലങ്കോട്. അപ്പോൾ അത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്രത്തോളം പ്രതീക്ഷ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പ്രതീക്ഷകൾക്ക് അപ്പുറമാണെന്നുള്ളത് മനസ്സിലായി. ശരിക്കും കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും മഴക്കാലത്ത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കൂടി വരണം വിചാരിക്കും. ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വരണം. ഉമ്മാക്കൊക്കെ ശരിക്കും ഒന്ന് ഇഷ്ടപ്പെടും. പിന്നെ ഇവിടുത്തെ ഫുഡാണെങ്കിലും 1-2 റിവ്യൂ ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. ഓക്കെ. പിന്നെ എന്താണ് ഈ യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരോട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണല്ലോ കൂടുതലും പുറത്ത് പോകുന്നതൊക്കെ വളരെ കുറവാണല്ലോ. യാത്രകൾ പോകുന്നത് പലരുടെയും സമ്മതം ചോദിക്കേണ്ടി വരും. ഇപ്പോൾ വെറുതെ ഇറങ്ങിയത് ഒരുപാട് പേരുടെ സമ്മതം ചോദിച്ചിട്ടായിരിക്കും. വീട്ടുകാർ, നാട്ടുകാർ, കുടുംബക്കാർ, അമ്മായിമാർ ഒരുപാട് പേരുടെ സമ്മതം ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല. അവരോട് എന്താണ് സമ്മതം ചോദിക്കാൻ നിൽക്കണ്ട പറയാനുള്ള? ഞാൻ ആരോടും സമ്മതം ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറെ പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുട്ടികളായി കഴിഞ്ഞാലൊക്കെ നമുക്കത് റിസ്ക് ആണ്, നടക്കൂല എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് സ്വപ്നം കാണാൻ ആഗ്രഹിച്ചത്, ഓരോന്ന് സാധിച്ചെടുക്കുന്നതും. നമുക്കുള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം, അത്രേ ഉള്ളത്. ഒരാൾ ചെയ്തരും വിചാരിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം, എന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ ഒരു യാത്ര സംഭവിക്കാൻ ഓരിൻ്റെ അടുത്ത് ഐഡിയാസ് പറയും, നമ്മൾ അത് ചെയ്യണമെന്ന് കൂടെ നിന്നതുകൊണ്ട്, ഞാൻ ഒരുമിച്ച് കൂടെ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു യാത്ര സംഭവിച്ചത്. അതുപോലെ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണം, പിന്നെ അത് സംഭവിക്കും. പിന്നെ ഞങ്ങൾക്ക് സത്യം പറയാച്ചാൽ ഞങ്ങൾക്കും മിറാക്കിളായിട്ടാണ് തോന്നണത്. ഈ ഒരു യാത്ര ഇറങ്ങണതിൻ്റെ തലേന്ന് പോലും നമുക്ക് ഒരു യാത്ര എങ്ങനെയൊക്കെ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായില്ല. അപ്പോൾ അതാണ്, നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നടക്കും. യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഒരുപാട് ജില്ലകൾ കവർ ചെയ്യാനായിട്ട് വരട്ടെ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എല്ലായിടത്തും ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള യാത്ര. കുഞ്ഞുമക്കളെ ഇനിയിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന അച്ഛനമ്മമാരാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് പോവാം എന്ന് തെളിയിച്ച്, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കാര്യത്തിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരൂലേ, ഇങ്ങനെ വെയില് മഴ, ഓരോ ജില്ലയിൽ ചെല്ലുമ്പോൾ ഓരോ ക്ലൈമറ്റ് ആണ്. അപ്പൊ അത് കുട്ടികൾക്ക് സത്യം പറയാ, എന്റെ മോനിക്ക് ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും അസുഖം കാര്യം അഡ്മിറ്റും വരുന്ന ആളാണ്. അഡ്മിറ്റൊക്കെ ആവാറുണ്ട്. 2 മാസത്തിൽ 3 മാസത്തിൽ കൂടുമ്പോൾ അഡ്മിറ്റ് ആവാറുണ്ടായിരുന്നു. അവന് പ്രതിരോധ ശേഷി കൂടിയിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങിയത്. വെയിലും മഴയും മഞ്ഞും ഒക്കെ ഇപ്പൊ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ ചൂടുവെള്ളം നമ്മളെ വീട്ടിലത്തെ വെള്ളം മാത്രം കൊടുത്തയക്കുക. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിക്കണം, അവർക്കെല്ലാം കൊടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓക്കെയാണ് എല്ലാ ക്ലൈമറ്റിനോടും. അതാണ് എനിക്ക് ഈ യാത്രയിൽ നിന്ന് ഭയങ്കര സന്തോഷമായത്. ഓനൊന്നും കൂടി ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും മക്കൾക്കും അറിയിക്കുകയാണ്. ഇനിയും നല്ല കുറേ യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫാമിലി ആയിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്ന 2 കപ്പിൾസും കുട്ടികളെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും എത്താം ഇതുപോലെയുള്ള വിശേഷങ്ങളും അതിഥികളുമായിട്ട്. അതുവരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.